ഹലോ, നിങ്ങളെ പുതിയ ടീച്ചർ ഞാനാണ്. എൻ്റെ പേര് ഷാദിയ ഷെർന്നാണ്. അപ്പം ഞാൻ വേറെ സ്കൂളിൽ നിന്ന് വരുന്നതാണ്. അപ്പം കുട്ടികൾ നിങ്ങളെ ടീച്ചറെ കുറച്ച് നാളത്തേക്ക് ലീവായിട്ട് 2 ആഴ്ചത്തേക്ക് അവരെ ഞാനായിരിക്കും. അപ്പം ഞാൻ വന്നതല്ലേ ഉള്ളൂ. അപ്പം നിങ്ങളെ പേരൊക്കെ പഠിച്ചെടുക്കണം. ഓരോരുത്തരുടെ പേര് ആയിട്ട് പറയണേ. മിസ്, എൻ്റെ പേര് സ്നിയ എന്നാണ്. മിസ്, എൻ്റെ പേര് സെന എന്നാണ്. മിസ്, എൻ്റെ പേര് സെന ഫത്തിമ എന്നാണ്. മിസ്, എൻ്റെ പേര് ഷഹാന എന്നാണ്. മിസ്, എൻ്റെ പേര് ഷിഫാന എന്നാണ്. മിസ്, എൻ്റെ പേര് ഖദീജ മെസ്സിരിയ എന്നാണ്. എൻ്റെ പേര് ദിയ എന്നാണ്. മിസ്, എൻ്റെ പേര് ലാമിയ. എൻ്റെ പേര് മിയ സന്തോഷ്. മിസ്, എൻ്റെ പേര് ആയിഷ എന്നാണ്. ആൺകുട്ടികളെ പേര് ഞാൻ നാളെ പഠിക്കാം. അപ്പം പെൺകുട്ടികളെ മൊത്തം പേര് പഠിച്ചിട്ടുണ്ട്. എനിക്ക് ചിലവരുടെ പേര് മാത്രമാണ് ഇപ്പോൾ ഓർമ്മയുള്ളൂ. മിസിരിയയും ഷിഫാനയും സ്നിയയും സെന ഫാത്തിമയും പിന്നെ എനിക്ക് അത്ര ഓർമ്മയില്ല. പിന്നെ ലാമിയാനും പിന്നെ എനിക്ക് ഓർമ്മയില്ല. അല്ല, ഇക്കുട്ടിയുടെ പേര് പറഞ്ഞില്ല. ആ കുട്ടിയുടെ പേരെന്താ? എൻ്റെ പേര് ഹന്ന എന്നാ മിസ്സേ. എന്നെല്ലാവരും ഹന്ന മെഹബി എന്നാണ് വിളിക്കാറ്. അല്ല, ഇക്കുട്ടി മാത്രം പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം എനിക്ക് ഹന്ന എന്ന് കൂടി അറിയാം. എൻ്റെ ക്ലാസ് എനിക്കും ഉണ്ടായിരുന്നു പണ്ട് ഹന്ന എന്ന് പറഞ്ഞൊരു കുട്ടി. ഞങ്ങൾ പണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. കുട്ടികളെ പേര് ഞാൻ എന്തായാലും ചോദിക്കുന്നതാണ്. അപ്പം കുട്ടികളെ നമുക്ക് ഫസ്റ്റ് ഡേ കൊണ്ട് തന്നെ ഇത്ര കുറച്ച് ക്ലാസ്സൊന്നും ഉണ്ടാവത്തില്ല. അപ്പം ഓരോ ദിവസത്തെ പാഠവും ഞാൻ എന്തായാലും എടുക്കും. പക്ഷേ കുരുത്തക്കേടും വർത്താനും അത് പറ്റില്ല. അപ്പം നമുക്ക് ഫസ്റ്റ് ഞാൻ ടൈം വന്നവിടെ തന്നെ 2 കുട്ടികളെ കണ്ടു. നല്ല മിടുക്കന്മാരാണ്. ഞാൻ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുന്നപ്പോഴത്തേക്കും അവർ നല്ല ഡീസൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബാക്കി എല്ലാവരും കഥയിലാണല്ലോ. ഒരാൾ മാത്രം നല്ല ഡീസൻ്റ് ആയിട്ടിരിക്കും. മറ്റേ ആൾ ചെറുങ്ങനൊക്കെ വർത്താനം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ നല്ല ഡീസൻ്റ് ആയിട്ട് നല്ല ക്ലാസ്സിൽ വരുമ്പോൾ നല്ലോണം ഇരിക്കുന്നൊരു കുട്ടീനെ ഞാൻ കണ്ടിട്ടുണ്ട്. പേര് സെന ഫാത്തിമ എന്നാണ് കേട്ടോ ആളെ പേര്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കിങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ കയറി വരുന്ന ക്ലാസ്സിലേക്ക് ഇങ്ങനെ വർത്താനം പറയുക പാടില്ല. ഞാൻ വരുന്നപ്പോഴത്തേക്കും എൻ്റെ ഏത് ബുക്കാണോ ആ ബുക്ക് മുന്നിലുണ്ടാവണം. പെൻസിലും പെന്നും അങ്ങനത്തെ ഓരോ സാധനവും നിങ്ങളുടെ മുന്നിലുണ്ടാവണം. ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും വടിയെടുക്കും. എന്നോട് അച്ഛമ്മ പറഞ്ഞതാണ്, അനുസരിക്കാത്ത കുട്ടികളെ അടിച്ചോന്ന്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പം ബെല്ലടിക്കാൻ ടൈമായി. എല്ലാവരും ബുക്കെല്ലാം എടുത്ത് വെച്ചോളൂ.